ലഹരി മരുന്ന് ഉപയോഗിച്ചു എന്ന സംശയത്തിൽ നടൻ ശ്രീകാന്ത് അറസ്റ്റിൽ. നർക്കോട്ടിക്സ് ഇന്റലിജൻസ് വിഭാഗമാണ് നടനെ കസ്റ്റഡിയിലെടുത്തത്. ബാറിലെ അടിപിടി കേസിൽ അറസ്റ്റിലായ AIADMK നേതാവിൽ നിന്നാണ് ശ്രീകാന്ത് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതായി വിവരം ലഭിച്ചത്. അതിന് പിന്നാലെയാണ് ഈ അറസ്റ്റ് ഉണ്ടായത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, ശ്രീകാന്തിന് എവിടെ നിന്നാണ് ലഹരി കിട്ടിയത് എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റെന്തെങ്കിലും വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ടോ? പ്രജിൻ, കഴിഞ്ഞ 17-ാം തീയതി നുങ്കമ്പക്കത്തെ ബാറിൽ ഒരു അടിപിടി കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ അറസ്റ്റിലായത് പ്രസാദ് എന്നയാളാണ്. ഈ പ്രസാദ് ശ്രീകാന്ത് നായകനാകുന്ന ഈഗിര എന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളാണ്. അപ്പോൾ ഇയാൾ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിൽ നിന്നാണ് ശ്രീകാന്ത് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു സംശയം പോലീസിന് ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നത്. അതായത് നേരത്തെ ഒരു ലഹരി കേസിൽ അറസ്റ്റിലായിട്ടുള്ള പ്രദീപ് എന്നയാളുമായി പ്രസാദിന് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ പ്രദീപ് ലഹരിമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, പ്രദീപ് ലഹരിമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തി. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിൽ പ്രദീപ് പ്രസാദിന് കൊക്കൈൻ നൽകിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ ഇത് ഒടുവിൽ നടൻ ശ്രീകാന്തിന്റെ കയ്യിലാണ് എത്താറുള്ളത്. ശ്രീകാന്ത് സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു സംശയം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില തെളിവുകളൊക്കെയും പോലീസിന് ലഭിച്ചു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ ശ്രീകാന്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ആ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് ശേഷം വൈദ്യപരിശോധന നടത്തിയ ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രജിൻ, ശരി. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.